ഉടനീളം കഴിഞ്ഞ 2 ദിവസമായി മഴ ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുകയാണ്. മഴയുടെ തീവ്രത വർദ്ധിച്ചതോടെ നദികൾ നിറഞ്ഞൊഴുകുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറത്തിറക്കിയ പുതിയ മുന്നറിയിപ്പ് അനുസരിച്ച് സംസ്ഥാനത്ത് അടുത്ത കുറച്ച് ദിവസങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയും കാറ്റും അനുഭവപ്പെടും. പ്രധാനമായും മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 24 മണിക്കൂറിനിടെ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിലിറ്റർ വരെ ശക്തമായുള്ള മഴ പെയ്യാനാണ് സാധ്യത. ഈ മുന്നറിയിപ്പ് പ്രകാരം ബന്ധപ്പെട്ട ജില്ലകളിലെ അധികാരികൾ ദുരന്ത നിവാരണ സംവിധാനങ്ങൾ സജ്ജമാക്കുകയും യാത്രാ നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ മുൻകരുതലുകൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ഭൂരിഭാഗം ജില്ലകളും ഇപ്പോൾ യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് അലേർട്ടിലായതിനാൽ കാലാവസ്ഥാ വിഭാഗം സംസ്ഥാനത്തെ പൂർണ്ണമായി നിരീക്ഷണ പരിധിയിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു. എറണാകുളത്ത് മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റ് വീശാനും ഇടത്തരം മഴ അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. വിവിധ ജില്ലകളിൽ ആപത്ത് നിരീക്ഷണ കേന്ദ്രങ്ങൾ 24 മണിക്കൂറും പ്രവർത്തനം ആരംഭിച്ചു. ജില്ലാ ഭരണാധികാരികൾ, ഫയർഫോഴ്സ്, പോലീസ്, ദുരന്ത നിവാരണ സേനകൾ എന്നിവർ സംയുക്തമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. കേരളത്തിലെ മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഇടുക്കിയിൽ മഴയുടെ തീവ്രത കഴിഞ്ഞ 48 മണിക്കൂറിനിടെ അതീവ ശക്തമായി. കുമളി, ആനവിലാസം, വണ്ടിപ്പെരിയാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ട് കൂടുതൽ. കുമളിയിലെ 2 ഇടങ്ങളിൽ മണ്ണിടിച്ചിൽ സംഭവിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഭാഗ്യവശാൽ ആളപായം ഒന്നും സംഭവിച്ചിട്ടില്ല എന്നും പ്രദേശത്തെ താമസക്കാർ സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറിയതായും അധികൃതർ അറിയിച്ചു. 1-ാം മൈൽ, റോസാപ്പൂക്കണ്ടം, പെരിയാർ കോളനി തുടങ്ങിയ പ്രദേശങ്ങളിൽ വെള്ളം കയറുകയും വീടുകളിൽ വെള്ളം കയറിയതിനാൽ 50-ലധികം പേരെ ക്യാമ്പിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തുടർച്ചയായ മഴയും മണ്ണിടിച്ചിലും മൂലം നിരവധി പ്രധാന പാതകളിൽ ഗതാഗതം താറുമാറായി. കുമളി ആനവിലാസം റോഡിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. പാറകളും മണ്ണും റോഡിലേക്ക് വീണതോടെ വാഹനങ്ങൾ മണിക്കൂറുകളോളം കുടുങ്ങുകയും ചെയ്തു. രക്ഷാപ്രവർത്തകർ പെട്ടെന്ന് തന്നെ സ്ഥലത്തെത്തി മണ്ണും പാറകളും നീക്കം ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും മഴയുടെ തീവ്രത മൂലം പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ്. ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ഭാരവാഹനങ്ങളും എക്സ്കവേറ്ററുകളും സഹായം തേടിയിട്ടുമുണ്ട്. കുമളി വെള്ളാരംകുന്ന് പ്രദേശത്ത് ശക്തമായിട്ടുള്ള മഴയ്ക്കിടെ ഒരു സ്കൂട്ടർ മൺകൂനയിലേക്ക് ഇടിച്ചു കയറിയത് മൂലം ഒരാൾ മരണപ്പെടുകയും ചെയ്തു. പരപ്പള്ളിയിൽ താമസിക്കുന്ന തങ്കച്ചൻ എന്ന വ്യക്തിയാണ് മരിച്ചത്. റോഡിലേക്ക് വീണ മണ്ണിന്റെ കൂന ശ്രദ്ധിക്കാതെ വാഹനം ഓടിച്ചതാണ് അപകടത്തിന്റെ കാരണം. പ്രദേശവാസികൾ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കാനായില്ല. മഴയും കാറ്റും മൂലം യാത്രാ സുരക്ഷ തകരാറിലായതിനാൽ പോലീസ് എല്ലാവരെയും അത്യാവശ്യ യാത്രകൾ ഒഴിവാക്കാൻ അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ജലനിരപ്പ് 139.20 അടിയായി ഉയർന്നതോടെ ആശങ്ക വർദ്ധിക്കുകയും ചെയ്തു. സെക്കൻഡിൽ 17,000 ഘനയടി വെള്ളം അണക്കെട്ടിലേക്ക് ഒഴുകി വരികയാണ്. നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് 8,800 ഘനയടി വെള്ളം പെരിയാറിലേക്ക് തുറന്നു വിടുകയും ചെയ്യുന്നുണ്ട്. ശക്തമായുള്ള നീരൊഴുക്കിനെ തുടർന്ന് പെരിയാറിന്റെ ഇരുകരകളിലുമുള്ള പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്ക സാധ്യത മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. വള്ളിയാർ, വണ്ടിപ്പെരിയാർ, ചെറുതോണി തുടങ്ങിയ പ്രദേശങ്ങളിലെ താമസക്കാരെ മുൻകരുതലായി ഒഴിപ്പിക്കാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചു. തെക്ക് കിഴക്കൻ അറബിക്കടലിലും ലക്ഷദ്വീപ് മേഖലയിലുമായി രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമായി മാറാനാണ് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പും വ്യക്തമാക്കി. അടുത്ത 36 മണിക്കൂറിനുള്ളിൽ ഇത് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങുകയും ചെയ്യും. സമുദ്രത്തിൽ രൂപപ്പെടുന്ന ഇത്തരത്തിലുള്ള ന്യൂനമർദ്ദങ്ങൾ സാധാരണയായി കേരള തീരപ്രദേശങ്ങളിൽ കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റിനും കാരണമാക്കാറുണ്ട്. മത്സ്യബന്ധനത്തിനെത്തുന്നവർ കടലിൽ പോകരുതെന്നും തീരപ്രദേശങ്ങളിലുള്ളവർ അപകട സാധ്യത പരിഗണിച്ച് ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകുന്നുണ്ട്. മഴ ശക്തി പ്രാപിച്ചതോടെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അടിയന്തര പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്ന് 24 മണിക്കൂറും പ്രവർത്തനം സജ്ജമാക്കി. അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകുകയാണ്. ഫയർഫോഴ്സ്, പോലീസ്, NDRF ടീമുകൾ എന്നിവയെ ഹൈ അലർട്ടിൽ വെച്ചിട്ടുമുണ്ട്. അടിയന്തരമായിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഡ്രോൺ നിരീക്ഷണം, ഹെലികോപ്റ്റർ പിന്തുണ തുടങ്ങിയ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. മഴ മൂലം സംസ്ഥാനത്ത് സാമൂഹിക ജീവിതം മൊത്തത്തിൽ അങ്ങനെ താറുമാറായി നിൽക്കുകയാണ്. പല ജില്ലകളിലും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു. വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതും ഇന്റർനെറ്റ് കണക്ഷനുകൾ മന്ദഗതിയിലായതും ജനജീവിതത്തെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. നഗരങ്ങളിലെ വെള്ളക്കെട്ടുകൾ ഗതാഗതം മുടക്കിയതോടെ വാഹനങ്ങൾ മണിക്കൂറുകളോളം കുടുങ്ങിയിരിക്കുകയാണ്. സർക്കാർ, പഞ്ചായത്ത്, സന്നദ്ധ സംഘടനകൾ എന്നിവർ ചേർന്ന് ഭക്ഷണവും കുടിവെള്ളവും ഉൾപ്പെടെയുള്ള അടിയന്തര സഹായങ്ങൾ ഒരുക്കുകയാണ്. കാലാവസ്ഥാ വകുപ്പ് നൽകിയ മുന്നറിയിപ്പുകൾ ജനങ്ങൾ ഗൗരവത്തോടെ പാലിക്കണമെന്ന് സർക്കാരും അഭ്യർത്ഥിച്ചു. അനാവശ്യ യാത്രകൾ ഒഴിവാക്കുകയും അപകട സാധ്യതയുള്ള കുന്നിൻ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കുകയും വേണം. നദികൾ, കുളങ്ങൾ, പാലങ്ങൾ എന്നിവയ്ക്ക് സമീപം പോകുന്നത് ഒഴിവാക്കണമെന്നും മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ താമസക്കാരെ ഉടൻ തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റണമെന്നും നിർദ്ദേശം നൽകി. കാലാവസ്ഥാ വകുപ്പ്
മുന്നറിയിപ്പ് നൽകുന്ന അടുത്ത ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്നാണ് വിലയിരുത്തൽ.